കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കൈകൾ ഉയർത്തി ആരാധന ആരാധന യേശുവേ ആരാധന. സ്വരമുയർത്തി ഒന്ന് ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. ഒരിക്കൽ ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അധ്വാനഭാരം തളർത്തിടും നേരം അത്താണിയായെന്നും മാറുവാനായി. അധ്വാനഭാരം തളർത്തിടും നേരം അത്താണിയായെന്നും മാറുവാനായി. അടിപ്പിണരേൽക്കാൻ തിരുമനസായ നിൻ തിരുമാറിലായി നീ അഭയമേകൂ. തിരുമാറിലായി നീ അഭയമേകൂ. ആരാധന വീശി ആരാധന യേശുവേ ആരാധന 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 ആരാധന. സ്നേഹമേ സ്നേഹമേ ആരാധന. ശ്രമേതി പാടാം. ആരാധന ആരാധന. സൗഖ്യമേ സൗഖ്യമേ ആരാധന. ശ്രമേത്തി എല്ലാം ചേർന്ന് ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ രാജാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ച ആരാധനകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ലൈവ് ധ്യാനങ്ങളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. സ്നേഹമേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? എന്താണ്? ദൈവം നമ്മളോട് ഒരു അനീതിയും ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, വേറെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഇപ്പം മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20:13 അല്ലേ? എന്താ പറയണത്? ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20:13, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ഇങ്ങനെ പറയണമെന്നറിയാമോ?
ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴൊക്കെ മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴൊക്കെ കർത്താവ് ഈ വചനം തരും. എൻ്റെ അർത്ഥം എന്താണ്? പുള്ളിയും തരും ഈ വചനം. ഞാൻ വചനം മറന്നു പോകും, പക്ഷേ എൻ്റെ മനസ്സിൽ ഈ വചനം പൊന്തി വരും. കാരണം ഈ വചനം പല വിഷയങ്ങൾക്കും ഉത്തരമാണ്. നീ ഇന്ന് നിൻ്റെ ജോലി, വീട്, വിവാഹം, നിൻ്റെ ആരോഗ്യം, നീ അനുഭവിക്കുന്ന ഓരോ മേഖലയിലുണ്ടാകുന്ന, എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ല എന്ന് ചോദിക്കുന്ന ഓരോ വിഷയങ്ങൾക്കുമുള്ള ഒറ്റ ഉത്തരമാണിത്. ഈ 20:13 എന്താണ്? മത്തായി കണ്ടത് സുവിശേഷം എന്താണ്? ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. ദൈവവേദനേ, ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ. എന്താണ്? നിൻ്റെ ദൈവം whatever may happen to you, നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും നീ ബേസിക്കായിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്? എനിക്ക് ഇന്ന കാര്യം സംഭവിച്ചു. ചിലപ്പോൾ ഒരു അബോർഷൻ സംഭവിച്ചു കാണും. ചിലപ്പോൾ നിനക്ക് സങ്കടം വരുവേ. കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് 5ാമത്തെ കൊല്ലം എനിക്കൊരു കുഞ്ഞുണ്ടായി. അതിന് ഇങ്ങനെ നമ്മൾ അനങ്ങാതെ നടക്കാതെ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ കുഞ്ഞിനെ ഹേമം തട്ടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെയായിരിക്കും നമ്മൾ ചരിഞ്ഞും അതുപോലെ നിവർന്നുമൊക്കെ ഉറങ്ങണത്. ഇങ്ങനെ ഉറങ്ങണമെങ്കിലും ചില സമയത്ത് 4ാം മാസത്തിൽ കുഞ്ഞ് അബോർട്ടായി പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇത്രയും ദൈവനോട് ഇങ്ങനെ ചെയ്തല്ല, ഇവിടെ നമ്മൾ പ്രാർത്ഥന നിർത്തും. എന്നാത്തിനും പ്രാർത്ഥിച്ചിട്ടാണ്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും കുഞ്ഞു പോയില്ലേ എന്ന് വിചാരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ നിൽക്കുന്ന ദൈവമേ, എന്നെപ്പോലെ കൊന്ത ജലവുമാല ചെല്ലാണ്, എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുനാളെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല എൻ്റെ നാത്തൂൻ. അവൾക്കൊരു പ്രാർത്ഥനയുമില്ല, അവളെ കെട്ടിവലിച്ചാൽ മാത്രമേ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തുള്ളൂ. പക്ഷേ അവൾക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വന്നത്, ആ കമ്പാരിസൺ. അപ്പോൾ നമ്മൾ നമ്മുടെ നാത്തൂനും അനിയത്തെ ചേർത്തിയായിട്ട് ഉടനെ കമ്പാരിസൺ ചെയ്യും. അവർ പറയണില്ലേ? ഇപ്പോൾ 20:11 എന്താ പറയണത്? പകലിൻ്റെ അധ്വാനം മുഴുവനും അനുഭവിച്ച, കഷ്ടപ്പാടും പുകച്ചിലുമൊക്കെ അനുഭവിച്ച ഞങ്ങളെ നീ കൈ നനയാതെ മീൻ പിടിക്കണ കക്ഷിയുമായിട്ട് താരതമ്യപ്പെടുത്തിയില്ലേ, തുല്യരാക്കിയില്ലേ എന്നാണ് ചോദിക്കണത്. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ദൈവം പറയണത്, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്തിട്ടില്ല. അപ്പോഴേ ഇതാണ് വിശ്വാസം. അതായത് നമ്മൾക്ക് പ്രഥമ ദൃഷ്ടിയ അനീതിയാണെന്ന് തോന്നണം. അപ്പോഴും എൻ്റെ മകൻ മനസ്സിൽ വിചാരിക്കണം, എൻ്റെ ദൈവം എന്നോടൊരു അനീതിയും ചെയ്യത്തില്ല, ആരോടും ചെയ്യത്തില്ല. ദൈവത്തെ വിശ്വസിക്കാത്തവരോട് പോലും ദൈവം അനീതി ചെയ്തിട്ടില്ല. ഇതാണിപ്പോൾ എനിക്ക് എൻ്റെ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് വിളമ്പിത്തന്നത് ഞാനത് ഹൃദയത്തെ സംഗ്രഹിക്കും. മക്കളെ, വിശ്വാസി ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെല്ലുവിളി സ്വീകരിക്കണ പോലെയാണിത്. വിശ്വാസിയായിരിക്കുക. ഇത് മാതാവിൻ്റെ ദിവസങ്ങളും പിറവി ദിനങ്ങളും തിരുക്കുടുംബത്തിൻ്റെ ദിനങ്ങളാണ്. ഒത്തിരി പൊരുത്തക്കേടുള്ള ജീവിത അനുഭവങ്ങൾ എല്ലാ ദിവസവും അവകാശവും ഓഹരിയുമാക്കിയ ഞാൻ ചില സമയത്ത് ഇപ്പോൾ ഔസപിതാവിൻ്റെ വർഷം തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഞാൻ സമയത്ത് ഓർക്കുകയെ, അമ്മ മാതാവിനെയും ഔസപിതാവിനെയും കൂടി വേണമെങ്കിലും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ഔസപിതാവിനേക്കാൾ എത്രയോ ആശ്വാസവും എത്രയോ സന്ധിപ്പം ലഭിച്ച ആളാണ് അമ്മ. ഔസപിതാവ് ഭയങ്കരമാണ്. കാര്യം അതിനെക്കുറിച്ച് പറയണ ഔസപിതാവിനെ, അതായത് അമ്മ ഈശോ വളരണത് കണ്ടതാണ്. അമ്മ ഈശോ അപ്പം വർദ്ധിപ്പിക്കണതും കേട്ടതാണ്. കാനായിൽ വെള്ളം വീഞ്ഞാക്കണത് കണ്ടതാണ്. അമ്മ ഈശോ ഉയർത്തെഴുന്നേറ്റതും കണ്ടതാണ്. കൂടെ ജീവിച്ചതും കണ്ടതാണ്. ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ അമ്മയ്ക്കുണ്ടായിരുന്നു. ഒരു കാഴ്ചയില്ലാഞ്ഞൊരു മനുഷ്യൻ ഔസപിതാവ്, സ്വപ്നം മാത്രം. ഒരു സ്വപ്നം കൊണ്ട് ഒരു രക്ഷകനെ ലോകത്തിന് കൊടുത്തൊരു മനുഷ്യൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് എന്തൊരു ആധ്യാത്മികതയായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു വിഷയമാണിത്. നിങ്ങൾക്ക് ആധ്യാത്മിക വിജയം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജീവിത പ്രതിസന്ധികളെ ഒരിക്കലും വിശ്വാസമോ പ്രാർത്ഥനയോ ആയിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തുകയോ തുല്യം നോക്കുകയോ ചെയ്യരുത്. മറിച്ച് അത് ദൈവം എനിക്ക് തന്നതാണ്, അത് ദൈവം എനിക്ക് തന്നതാണ്. ഇനി ഇത് ഞാൻ ദൈവത്തെ പ്രതി, എൻ്റെ മക്കൾ, ഇതിൻ്റെ അകത്തൊരു ഒരു വിഷയം എന്താണെന്നറിയാവോ? ഇപ്പോൾ അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമുണ്ട് അല്ലേ? എല്ലാ ദുർഘട സന്ധികൾക്കും ഉത്തരമുണ്ട്. എല്ലാ ദുർഘട സന്ധികൾക്കും മുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമുണ്ട്. ആ ഉത്തരം എവിടെ ഇരിക്കണത്? ദൈവത്തിലാണ് ഉള്ളത്. ആര് തരും നമുക്ക്? പരിശുദ്ധാത്മാവ് ആണ് വേണ്ടത് നമുക്ക്. നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം, അത് ആദ്യത്തെ കാര്യം എന്താണ്? ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവം നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കണം. മൂന്നാമത് എന്താ വിശ്വസിക്കേണ്ടത്? പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ ഇപ്പം വേണ്ട വിധം പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ലല്ലോ. ഓരോ വിഷയം ഉണ്ടാകണം, എല്ലാം പുതിയ പുതിയ വിഷയങ്ങളല്ലേ. ഇപ്പോൾ ഓരോ വിഷയങ്ങൾക്കും ഓരോരോ, ഇപ്പം തണുപ്പ് കാലം, മഞ്ഞുകാലം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു മാസത്തെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരു 10 കൊല്ലമായിട്ട്. ഇപ്പോൾ ജനുവരിയോടുകൂടിയാണ് മഞ്ഞുകാലം കയറി വരണത്. അപ്പോൾ നമ്മൾ കമ്പിളിയൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക്, പക്ഷേ അതേസമയം കമ്പിളി ഉപയോഗിക്കുന്നത് ആ ടൈമിനാണ്. രാവിലെയുള്ള ഒരു 10 മണി വരെയുള്ള സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ 7 മണിയുള്ള സമയം. അത് കഴിയുമ്പോൾ ചൂടായി പോകും, കമ്പിളിയും ചൂട്. അപ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും. അപ്പോൾ കാലാവസ്ഥ മാറി. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കാലഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ കാലഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ കാലഭേദങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. കാലഭേദങ്ങളുടെ ക്രമീകരണങ്ങൾ ഇപ്പം നമുക്ക് എന്താ വേണ്ടത്? അത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് വേണ്ട വിധം, ഇപ്പം ഈ 8:26 നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, റോമാലേഖനം, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല എന്ന്. ശരിയാണ്, സത്യമായ കാര്യമാണത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഓരോ ദിവസവും ഓരോ വിഷയമല്ലേ, കാലഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം കാലഭേദങ്ങൾ അനുസരിച്ച് വെച്ച് പ്രാർത്ഥിക്കണത് എങ്ങനെയാണ്? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന്. കാര്യം വിഷയം എന്താണ് നമുക്ക് ഇവിടെ ആവശ്യമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കണം. ഈ പരിശുദ്ധാത്മാവ് തന്നെ ഇപ്പം 8:26 വേണ്ട വിധം, റോമാലേഖനം 8:28, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ പല വിഷയങ്ങൾക്കും എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല. കാര്യം വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്താ ചെയ്യണത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കുക, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. ഇവിടെയാണ് ഈ പ്രശ്നം വരണത്. പരിശുദ്ധ അമ്മയ്ക്കും അറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇപ്പം ഇടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോയി, ആരുമില്ല. ഔസപിതാവ് വെള്ളം എടുക്കാൻ വേണ്ടി കാണാനും ഇല്ല. ഈ സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ആത്മാവ് എവിടെയാണ് ഉള്ളത്? ഹൃദയത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്ത്? ഹൃദയത്തെ സംഗ്രഹിച്ചു. കാര്യം ഹൃദയമാണ് ദൈവത്തിൻ്റെ ഈ ഇരിപ്പിടമെന്ന് വചനത്തിലില്ല, അങ്ങനെ ഇല്ല. ഇപ്പോഴും ഞാൻ ഇത്രയും നേരം കുറേ താമസിച്ച് ഇങ്ങോട്ട് കയറാൻ. ഞാൻ വചനം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രവർത്തകരോടൊക്കെ, സഹപ്രവർത്തകരെ വിളിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ടും കിട്ടണില്ല. കാര്യം അവർ ഹൃദയശുദ്ധിയുള്ളൊരു ദൈവത്തെ കാണും. അപ്പോൾ മത്തായി ശ്രീകാര സുവിശേഷം 5:8, സങ്കീർത്തനം 24:4 പറയും. പക്ഷെ അപ്പോഴും ഹൃദയമാണ്
ദൈവത്തിൻ്റെ ഇരിപ്പിടമെന്ന് അതിൻ്റെ വ്യക്തതയില്ല, ബൈബിളിലില്ല. അപ്പം ഞാനങ്ങനെ ഇല്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം കയറിയത്. ഇപ്പം വെളിപാടായി. ഇപ്പം എന്താ പറയണത്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സ്ഥലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അതായത് വിളവില്ലാത്ത സ്ഥലങ്ങൾ, വിളവ് നഷ്ടപ്പെടും. പച്ചക്കറിയായാലും തെങ്ങായാലും നെല്ലായാലും വിളവ് നഷ്ടപ്പെട്ടവർ, നിങ്ങളുടെ പാടശേഖരങ്ങളിലേക്കും പറമ്പിലേക്കും കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതെല്ലാം അഭിവൃദ്ധിയിലേക്ക് വരും മക്കളെ. കർത്താവ് തരുന്ന ദർശനം അനുസരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന പറഞ്ഞു തരുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ മഹത്വം. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ, ഇപ്പോഴും അച്ഛനെ ഈശോ കാണിച്ച ദർശനം അഗ്നി പോലെ ഇരിക്കുന്ന കനല് പോലെ ഇരിക്കുന്ന ഒരു കൈ, കർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കുന്ന ഒരു സമയമാണെന്ന്. എൻ്റെ മക്കളെ, രോഗമുള്ള ഇടത്തൊക്കെ കൈവച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളെ തൊടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ സാധിക്കും. അസ്ഥി രോഗികളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. അസ്ഥി ഒടിഞ്ഞവർ, ഉറക്കാത്തവർ, അസ്ഥി വിട്ടവർ, അസ്ഥി കൂടാത്തവർ ഒക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. ആ ഇടങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണം. തന്നെയല്ല, ആ വ്യക്തികൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതറിയാവുന്നൊരു അമ്മയായാലും സഹോദരങ്ങളായാലും ഏത് അസ്ഥിക്കാണ് കൂടേണ്ടത് ആ സ്ഥലത്ത് നമ്മുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. നീ വലിയ വിശ്വാസിയാണെന്ന് കർത്താവിന് നിന്നെ കാണുമ്പോൾ, നിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ, പ്രാർത്ഥനാ രീതികൾ കാണുമ്പോൾ ദൈവത്തിന് മനസ്സിലാകണം. കർത്താവ് രക്തസ്രാവ രോഗികളെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. അവരെല്ലാം ഗൂഗിൾ മീറ്റിൽ വരുന്ന സാക്ഷ്യം പറയേണ്ടതാണ്. പൂട്ടിക്കിടക്കുന്ന വ്യവസായശാലകൾ, വ്യാപാരശാലകൾ, അടഞ്ഞു കിടക്കുന്ന അതായത് അടഞ്ഞുപോയ എഗ്രിമെൻറ്റുകൾ, അതായത് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നവർ,
അതെല്ലാം ബ്ലോക്ക്, താഴിട്ട് പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാം ബ്ലോക്കായിരിക്കുന്നവർ. ചിലപ്പോൾ ലോണാകാം, ചിലപ്പോൾ ജോലിയാകാം, എന്തോ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഇനി അത് അന്വേഷിക്കാൻ കാര്യമില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ ലോക്കായിപ്പോയ വിഷയങ്ങളെല്ലാം കർത്താവ് തുറക്കുന്ന സമയമാണിത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോഴും പ്രാർത്ഥിക്കാം. ഈ ലോക്കായിപ്പോയ വിഷയങ്ങൾ, അതായത് ജോലി, വീട്, ചിലപ്പോൾ തസ്തിക മാറിക്കാണും, ചിലപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി കാണും. ഇങ്ങനെ എല്ലാം ബ്ലോക്കായിപ്പോയ വിഷയങ്ങൾ, ഇങ്ങനെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, ജീവിതത്തിൽ വരുമാന മാർഗ സംബന്ധമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം വാങ്ങി കൊടുക്കുകയോ ചെയ്യുന്നതിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് അതിന് ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അന്യാധീനപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെ എന്ത് വിഷയമാണെന്ന് ഇപ്പോൾ നീ ഓർത്ത് പ്രാർത്ഥിക്കുക. കാര്യം ഒരു താഴെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈശോ ഓപ്പൺ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണ സമയമാണിത്. ലോക്ക് ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ ലോക്കായിപ്പോയ സംഭവങ്ങൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. നീ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവ് ഇപ്പോഴും ബ്ലോക്കായി പോയ കുറേ സംഭവങ്ങളുണ്ട് ഈശോയെ. കർത്താവ് അതെല്ലാം കർത്താവ് നീ സ്പർശിക്കണേ കർത്താവ്. ചിലപ്പോൾ ഓഫർ ആകാൻ കർത്താവ്, ഓഫർ തന്ന വ്യക്തിയാകാം, കർത്താവ് കിട്ടിയ വ്യക്തിയാകാം, അത് ക്യാൻസലായി പോയ, കാരണം വിസ ക്യാൻസലായ വ്യക്തികളാകാം കർത്താവ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ക്യാൻസലായി പോയ വ്യക്തികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. ഇനി മരുന്നില്ല, ഇതിന് ഈ രാജ്യത്ത് മരുന്നില്ല കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഡോക്ടറെ കൈയൊഴിഞ്ഞ വിഷയമാകാം കർത്താവ്. ഇപ്പോഴേ ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു. സ്രാവരോഗങ്ങൾ, പഴുപ്പായാലും വെള്ളമായാലും രക്തമായാലും ശരീരത്തുനിന്ന് ഒലിച്ചു പോകുന്ന രോഗികളെ കർത്താവ് ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഞാൻ മക്കളെ ഈശോനാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. അഭിഷേകമേ കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. സമാപന ആശീർവാദ സമയമാണ്. മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ ആവേ